ഓണക്കോടിയുമായി മന്ത്രി അപ്പൂപ്പൻ ശിവൻകുട്ടിയെ കാണാൻ റോസ് ഹൌസിലേക്ക് ഇന്നലെ ഒരു കുട്ടിക്കൂട്ടം എത്തിയിരുന്നു. കല്ലുവാതുക്കൽ സ്കൂളിലെ കുഞ്ഞുങ്ങൾ വന്നത് വേറൊരാവശ്യം കൂടി പറയാനാണ്. അവരുടെ ലഹരിക്കെതിരായ നാടകം അവതരിപ്പിക്കാൻ വേദി വേണമെന്നായിരുന്നു ആവശ്യം. ഓണം കഴിയും മുന്നേ നാടകം അവതരിപ്പിക്കാൻ വേദി നൽകാമെന്ന് മന്ത്രി അപ്പൂപ്പൻ ഉറപ്പും നൽകി. മന്ത്രി അപ്പൂപ്പനെ കാണണം, ഒരു കാര്യം പറയണം. കല്ലുവാതുക്കൽ ഗവൺമെന്റ് LP സ്കൂളിലെ കൊച്ചുമക്കൾ റോസ് ഹൌസിലേക്ക് വന്നത് അങ്ങനെയാണ്. ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി സ്കൂളിൽ തയ്യാറാക്കിയ ഒരു നാടകം. ടീച്ചർമാരുടെ പിന്തുണയിൽ കുഞ്ഞുമക്കൾ അഭിനേതാക്കൾ. പക്ഷെ അവതരിപ്പിക്കാൻ ഒരു പൊതുവേദി വേണം, അതാണ് ആവശ്യം. നാടകം അവതരിപ്പിക്കാൻ അനുവാദം ചോദിച്ച് 4ാം ക്ലാസ്സുകാരി ദക്ഷിണയുടെ ഹൃദയസ്പർശിയായ കത്തും. കുഞ്ഞുമക്കളുടെ ആവശ്യത്തിന് ഉടനടി പരിഹാരം. അവർ യഥാർത്ഥത്തിൽ വന്നത് അവരൊരു നാടകം തയ്യാറാക്കി, ലഹരിക്കെതിരായിട്ടുള്ള നാടകമാണ്. ആ നാടകം പല സ്ഥലങ്ങളിലും കളിച്ച് വലിയ അംഗീകാരമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അവർക്ക് തിരുവനന്തപുരം നഗരത്തിൽ എവിടെയെങ്കിലും ഒരു വേദി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓണാഘോഷത്തിന്റെ ഏതെങ്കിലും ഒരു വേദിയിൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷത്തിലാണ് അവരെല്ലാവരും. മക്കളിൽ ആഗ്രഹം സഫലമാകുന്നതിന്റെ സന്തോഷം, ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കരുത്തോടെ മുന്നേറുന്ന സന്തോഷം അധ്യാപകർക്കും. നമ്മുടെ സാറ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ സ്നേഹത്തോടെ, വളരെ തിരക്കാണ് ഈ ഓണ സമയത്ത് വളരെ തിരക്കായിട്ടും നമ്മുടെ സാറ് വരികയും ഒരുപാട് നേരം അദ്ദേഹം നമ്മോടൊപ്പം ചെലവഴിക്കുകയും ചെയ്ത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഓണത്തിനൊരു വേദി തരാമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സാറ് സമ്മതിച്ചു. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ വേദിക്കായി കാത്തിരിക്കുകയാണ്. ഗവൺമെന്റ് LPSലെ കുട്ടികൾ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന ഒരു ലഹരി വിരുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു നാടകമാണ്. കുഞ്ഞു കുട്ടികളെ പോലും അതിന് ഭാഗമാക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല ഒരു നാടകം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. മന്ത്രി അപ്പൂപ്പന് ഓണക്കോടിയുമായാണ് കുട്ടികൾ എത്തിയത്. കുട്ടികൾക്കെല്ലാം മിഠായി നൽകി മന്ത്രിയും. കുഞ്ഞു കവളിൽ ചിരിയുടെ മധുരം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.